ഹായ് ഗായ്സ്, വെൽക്കം ടു അനദർ വീഡിയോ. സോ നാളെ വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു ഡേ ആയതുകൊണ്ട് ഇന്ന് നമ്മൾ വീക്കെൻഡ്, അതായത് സാറ്റർഡേ സൺഡേ അവധി ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഞാനാണ് എൻ്റെ സജഷനാണ് നമുക്ക് എവിടെയെങ്കിലും പോയൊരു ഡിന്നർ കഴിക്കാൻ. അങ്ങനെ ചുമ്മാതല്ല ഡിന്നർ കഴിക്കുന്നത്, ബർത്ത്ഡേ ബോയ് ആണ് എൻ്റെ അടുത്തിരിക്കുന്നത്. ചേട്ടൻ്റെ ബർത്ത്ഡേ ആണ്. മെനി മോർ ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. ആൻഡ് നമ്മൾ കിച്ചൺ 6 ടേബിൾ ഫോർ 2 ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡ് കഴിച്ചിട്ട് ഞാൻ ചെറിയൊരു ഗിഫ്റ്റ് കൊടുക്കുന്നത് കാണാം. ഹായ് ഗായ്സ്, ഇന്ന് ബർത്ത്ഡേ ആണ് ചേട്ടൻ്റെ. അപ്പോൾ ഞാൻ വിചാരിച്ചു വീട്ടിലെ ലഞ്ചിന്റെ ഒരു ചെറിയ വീഡിയോ ക്ലിപ്സും കൂടി എടുക്കാം. വീട്ടില് ലഞ്ചിന്റെ ടൈമായി, ചേട്ടനെ വെയിറ്റ് ചെയ്തിരിക്കുവാണ്. കൂടുതലായിട്ടൊന്നുമില്ല, ജസ്റ്റ് പരിപ്പ്, പപ്പടം, ചോറ്, ബീൻസ് തോരൻ, സോയ ഫ്രൈ, പിന്നെ ബീട്രൂട്ട് പച്ചടി, ഇത്രയാണ്. പിന്നെ ഈവനിങ് നമുക്കൊരു കേക്ക് കട്ടിങ് കൂടി അറേഞ്ച് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഡിന്നർ, ഇന്നലെ നമ്മൾ ഡിന്നർ രാത്രിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയി ഫുഡൊക്കെ കഴിച്ചു. ഇന്ന് വൈകിട്ട് ഞാൻ വിചാരിച്ചു, നമ്മൾ നോർമൽ ഡേയ്സിൽ നമ്മൾ വീക്കെൻഡിൽ സൺഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് മസാല ദോശയോ പൂരിയോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും കൂടുതൽ ഓർഡർ ചെയ്ത് കഴിക്കാം. അപ്പം ഇന്നലെ നമ്മൾ അല്ലാത്ത ബൊഫേയിലായിരുന്നു പോയത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് നമുക്ക് ഈവനിങ് ടൈം, കാരണം ഇന്ന് ഉച്ചയ്ക്കത്തെ ലഞ്ച് കുറച്ച് ഹെവി അല്ല, പക്ഷെ വെജിറ്റേറിയൻ ആണ്, കുറച്ച് അത്യാവശ്യം ജോലി ഉള്ളതായതുകൊണ്ട് ഈവനിങ് ടൈം നമുക്ക് വെജിറ്റേറിയൻ എന്തെങ്കിലും പോയി കഴിക്കാം എന്ന് വിചാരിച്ചു. സോ അപ്പൊ ഇന്നത്തെ ഈ ഒരു ലഞ്ചും അതുപോലെ തന്നെ ഡിന്നർ സീരീസും കൂടി. എന്റെ പൊട്ടെടുക്കാൻ വരുന്നടാ, ഞാനൊരു പൊട്ട് വെക്കാൻ പറ്റത്തില്ല, അപ്പോഴത്തേനും അത് വന്നെടുക്കും. എടുത്തു. വെച്ചതാ, അത് വെച്ചതാ, ഇങ്ങോട്ട് തരണില്ല, വെച്ചതാ, വെച്ചോട്ടെ. മോന് പൊട്ടുണ്ടല്ലോ, ഈ മതി. ഞാനത് നന്നായിട്ടിരിക്കുന്നത് കൂടെ ഇഷ്ടപ്പെടുന്നില്ലേ? മോന്റെ പൊട്ട് എടുക്ക, മോന്റെ പൊട്ട്. അമ്മ മിണ്ടത്തില്ല. ചോറ്, പരിപ്പ്, പപ്പടം, ബീട്രൂട്ട് പച്ചടി, ബീൻസ് തോരൻ ആൻഡ് സോയ ഫ്രൈ. ഉച്ചയ്ക്കത്തെ സദ്യ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് കുഞ്ഞിനെ ഉറക്കിയിട്ട് വേണം എനിക്ക് ചെറിയൊരു ഡെക്കറേഷൻ ചെയ്യാൻ. അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോസ് കാണാം. എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ചെറിയൊരു സമയം കൊണ്ട്, ഒരു 1 hour കൊണ്ട് ഞാൻ ചെയ്തതാണ് ഇതൊക്കെ. കൊള്ളാല്ലേ? സർപ്രൈസസ് ആർക്കാണ് ഇഷ്ടമല്ലാത്ത? എല്ലാവർക്കും ഇഷ്ടമാണ്. എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചേട്ടന് ചെറിയൊരു സർപ്രൈസ് കൊടുക്കണമെന്ന് എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു. നമ്മുടെ ബർത്ത്ഡേ ബോയ് ഓഫീസിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പം ഞാനിങ്ങനെ ചോദിച്ചു എപ്പോൾ വരുമെന്ന്. അപ്പം കേക്ക് ഓൾറെഡി വന്നിട്ടുണ്ട്. അവരുടെ വളരെ നല്ല സർവീസാണ്. ഞാൻ സീസേഴ്സിൽ നിന്നാണ് ഈ പ്രാവശ്യം കേക്ക് ഓർഡർ ചെയ്തത്. കാരണം ഇതിന് മുന്നേ ഞാൻ കത്രീനെന്നായിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് നല്ല കേക്കാണ്. അപ്പം റിപ്പറ്റീഷൻ വേണ്ട എന്നുള്ളതുകൊണ്ട് ഞാൻ വിചാരിച്ചു സീസേഴ്സിൽ നിന്ന് ഓർഡർ ചെയ്യാം. കാരണം നമ്മൾ ഇടയ്ക്കൊക്കെ അവിടെ പോകും, ചെറിയ സ്നാക്സ് ഒക്കെ കഴിക്കാണ്ട്. അപ്പം നല്ല പരിചയമാണ്. പിന്നെ അവിടുത്തെ നമ്മൾ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രവും, പിന്നെ ഓൾറെഡി ഓഫീസിൽ ചേട്ടൻ്റെ ഓഫീസിൽ കട്ട് ചെയ്തായിരുന്നു. അവിടെ റിഷാദിൻ്റെ ബർത്ത്ഡേയും അവിടെ ഓഫീസിൽ തന്നെയുള്ള റിഷാദിൻ്റെ ബർത്ത്ഡേയും സെയിം ഡേ ആയതുകൊണ്ട് അവർ അങ്ങനെ കേക്ക് കട്ട് ചെയ്ത് ഓൾറെഡി. പിന്നെ അപ്പോൾ നമ്മൾ വീട്ടിൽ ഞങ്ങൾ രണ്ടുപേരും, പിന്നെ കുഞ്ഞിനും, പിന്നെ നമ്മുടെ ഇവിടെ വരുന്ന ചേച്ചിക്കും, ചേച്ചിയുടെ അനിയത്തിയുണ്ട്, പുള്ളിക്കാരിക്ക് വേണ്ടി ചെറിയൊരു കേക്ക് മതിയല്ലോ. അപ്പോൾ അതിനോട് 1/2 kg കേക്കായിരുന്നു പറഞ്ഞത്, ചോക്കോ വാനില പ്രീമിയം കേക്ക്. അത് വന്നിട്ടുണ്ട്. അപ്പം നല്ല സർവീസാണെന്ന് ഞാൻ പറയാൻ കാരണം അവർ ഇതിൻ്റെ കൂടെ നമുക്ക് പ്ലേറ്റ്സും സ്പൂണും കാര്യങ്ങളും ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നോർമലി അങ്ങനെ ചെയ്യാറില്ല, നൈഫ് പോലും ചിലപ്പോൾ ഇവിടെ തരാറില്ല. അപ്പോൾ അതെനിക്ക് കേക്ക് എടുക്കാം. കേക്ക് ഞാൻ ഓൾറെഡി ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചായിരുന്നു, കാരണം ചേട്ടൻ ലേറ്റ് ആയി കഴിഞ്ഞാലേ അലിഞ്ഞു പോകുന്നു വിചാരിച്ചു. ഇതായിരുന്നു എൻ്റെ ഗിഫ്റ്റ്, ബെൽമാൻ്റെ ഒരു ബെൽറ്റ്. റൂഹി വന്നിട്ട് ഡെക്കറേഷനൊക്കെ ഒരു വഴിയാക്കുന്നുണ്ട്, പ്രശ്നമില്ല. റൂഹി നമ്മൾ ഒരുക്കി സുന്ദരകുട്ടപ്പനാക്കിയിട്ടുണ്ട്. ഇവിടെ എന്തോ പ്രോഗ്രാം നടക്കുവാണെന്ന് നല്ലതായിട്ട് മനസ്സിലായിട്ടുണ്ട്. അങ്ങോട്ടോടുന്നു ഇങ്ങോട്ടോടുന്നു, ആള് ഭയങ്കര ഹാപ്പി. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മൾ കുറച്ച് പേർക്ക് വേണ്ടിയിട്ടാണെന്ന്, അതുകൊണ്ട് 1/2 kg കേക്കാണ് ഞാൻ ഓർഡർ ചെയ്തത്.
ഇവിടെ അല്ല, നമുക്ക് അവിടെ സെറ്റ് ചെയ്യണം. പക്ഷേ അതിന് മുന്നേ ഞാൻ എടുത്തു. ലൈറ്റ് ഓഫ് ചെയ്യുന്നു. അയ്യോ ഒത്തിരി ഹലോ ഗൈസ്. കത്തിച്ച് വെച്ചിട്ട് കുറച്ച് നേരമല്ലോ. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ഡിയർ പപ്പ. ഇവിടെ അല്ല, ഇതിവിടെ അറേഞ്ച് ചെയ്തത്. ഇത് കണ്ടപ്പോ തൊട്ട് ഷാമിയെ ഷാമിയ എന്നൊരാൾ പറയുന്നത് കൊണ്ട് തൽക്കാലം ഞാൻ മുകളിലേക്ക് അറേഞ്ച് ചെയ്തു. Happy birthday to you. Happy birthday to you. Happy birthday dear Agi. Happy birthday to you. നമ്മുടെ ലൈഫിൽ സന്തോഷിക്കാനും സെലിബ്രേറ്റ് ചെയ്യാനും ഒക്കെ അവസരങ്ങൾ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് മാക്സിമം എൻജോയ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.